Hi viewers, welcome back to Bosco Campus Vision. Today we are discussing the subject Labour Law and Industrialization of S5 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the features and significance of labor welfare. So last session we discussed what is labor welfare, its definition and objectives. So in continuation with that we can discuss the features and significance. So first we can see what are the features of labor welfare. First is labor welfare is a comprehensive term including various services, facilities and amenities provided to workers for improving the health, efficiency, economic betterment and social status. ഇപ്പോൾ ഫസ്റ്റ് ഫീച്ചറിൽ പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ടേം, അതായത് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ഏരിയ ആണ് ലേബർ വെൽഫെയർ. എന്തൊക്കെയാണ് സർവീസസ്, ഫെസിലിറ്റീസ് ആൻഡ് അമ്യൂണിറ്റീസ്, എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് അല്ലേ, ഒരു എംപ്ലോയിയുടെ ആരോഗ്യത്തെ പറ്റി, ആൻഡ് എക്കണോമിക് ബെറ്റർമെൻറ്റ്, പിന്നെ അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി, സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മൾ ആ ഡെഫിനേഷൻസിനകത്ത് പറഞ്ഞു എന്തെല്ലാം അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ് ആണ്. അപ്പം എല്ലാ കാര്യങ്ങളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നൊരു ഏരിയ ആണ് ലേബർ വെൽഫെയർ എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഇസ് ദി വെൽഫെയർ മെഷേഴ്സ് ആർ ഇൻ അഡീഷൻ ടു റെഗുലർ വേജസ്. അപ്പം നമ്മൾ പറഞ്ഞ വെൽഫെയർ ഫെസിലിറ്റീസ് എല്ലാം തന്നെ വേജസ് കൂടാതെ, അതായത് ശമ്പളം കൂടാതെ കിട്ടുന്ന ഒരു എംപ്ലോയിയുടെ അത് അലവൻസുകളാണ്. and the other economic benefits available to workers under legal provision and collective bargaining. അപ്പം നിയമപരമായിട്ട് ഞാൻ പറഞ്ഞു, ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ആണെങ്കിൽ ആ നിയമപരമായിട്ട് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളാണ് ഈ പറഞ്ഞ എക്കണോമിക് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വെൽഫെയർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് വഴി അവരത് നേടിയെടുക്കും. ആൻഡ് തേർഡ് ഇസ് welfare is dynamic in nature, varying from country to country, region to region and organization to organization. ഈ ലേബർ വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ വെൽഫെയർ ഫെസിലിറ്റീസ് പറഞ്ഞു, അത് ഓരോ കൺട്രിയിൽ നിന്നും ഇപ്പം നമുക്കറിയാം രാജ്യങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടല്ലേ. ഇപ്പം നമ്മുടെ രാജ്യത്തെ വെൽഫെയർ ഫെസിലിറ്റീസ് ആയിരിക്കത്തില്ല വേറൊരു രാജ്യത്ത്. ഇനി റീജിയൻ വൈസ് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന വെൽഫെയർ ഫെസിലിറ്റീസ് ആയിരിക്കത്തില്ല തമിഴ്നാട് റീജിയനിൽ. അപ്പം ഓരോ റീജിയനിൽ വരുമ്പോഴും വ്യത്യാസങ്ങളുണ്ടാവും. ഈ ഓർഗനൈസേഷൻ ടു ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കുന്നത് അടുത്ത ഓർഗനൈസേഷനിൽ കൊടുക്കണമെന്നില്ല, അതിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം വ്യത്യാസങ്ങൾ, അതായത് ഒരു ഡൈനാമിക് നേച്ചറാണ്. അതായത് എംപ്ലോയർ കൺസേൺ വെച്ചുകൊണ്ട് കൺട്രി ടു കൺട്രി, റീജിയൻ ടു റീജിയൻ, ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ വെൽഫെയർ ഫെസിലിറ്റീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. So first we says that it is a comprehensive term including facilities and amenities are provided to workers for their improving their health, efficiency, economic betterment and social status. Second we says that it was given to addition to the regular wages and it was given under legal provision and collective bargaining. Third, we can say that it is dynamic in nature, varying from country to country, region to region, and organization to organization. And the fourth is labor welfare is a flexible and ever-changing concept as a new welfare measures are added from time to time to the existing welfare measures. So, ഇവിടെ പറയുന്നത് എന്താണ്, ഒരു ലേബർ വെൽഫെയർ ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്ലെക്സിബിൾ നേച്ചറാണെന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താണ് കോൺസെപ്റ്റിൽ വ്യത്യാസം വരുത്തുക. അതായത് നമുക്ക് വെൽഫെയർസ് കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ പെട്ടെന്ന് അല്ലേ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുതിയൊരു വെൽഫെയർ ഫെസിലിറ്റി ഇൻഡസ്ട്രിയിൽ ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് അവർക്ക് അല്ലേ ഇപ്പം ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിന് കാട്ടി കൂടുതൽ അവർ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ ഇത്ര പെർസെൻറ്റേജും കൂടെ അവർക്ക് എമൗണ്ട് കൊടുക്കാം എന്ന് പറയുന്നൊരു സ്കെയിൽ വരികയാണെങ്കിൽ, അപ്പം എന്ത് പുതിയ വെൽഫെയർ ഫെസിലിറ്റി വേണമെങ്കിലും സമയാസമയങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ലേബർ വെൽഫെയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഫ്ലെക്സിബിൾ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ദ സെക്കൻഡ് ഇസ് welfare measure may be introduced by the employer, government, employee or by any social or charitable agency. ഈ വെൽഫെയർ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആരൊക്കെയാണ്, ഒന്ന് എംപ്ലോയേഴ്സ് അല്ലേ, ഉടമസ്ഥരാണ്, അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് ആണ്, പിന്നെ ഗവൺമെൻറ്, പിന്നെ അതുപോലെ എംപ്ലോയീസിന് സജസ്റ്റ് ചെയ്യാം ഇല്ലേ എന്തെങ്കിലും വെൽഫെയർ ഫെസിലിറ്റീസ് വേണമെങ്കിൽ, അല്ലെങ്കിൽ സോഷ്യൽ അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഏജൻസി. അപ്പം ഇങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, വെൽഫെയർ മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. And the next is the basic purpose of welfare
is to improve the lot of the working class. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് അല്ലേ, ഒരു വെൽഫെയർ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്, അത് വർക്കിംഗ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം, അതിനാണ് നമ്മൾ വെൽഫെയർ ഫെസിലിറ്റി വെച്ചിരിക്കുന്നത്. ആൻഡ് ടു ബ്രിങ് about the development of the whole personality of the worker to make him a good worker and a good citizen. അപ്പം ഇത്രയധികം വെൽഫെയർ ഫെസിലിറ്റി അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി, ആ വ്യക്തി എന്ന നിലയിൽ അയാൾക്കുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ്, അതുവഴി നല്ലൊരു വർക്കറാകുക. അതായത് സ്ട്രെസ് ഇല്ലാതെ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ കൊടുക്കുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ലീഗൽ ഹയറിന് ജോലി കിട്ടും, അല്ലെങ്കിൽ ഒരു കോമ്പൻസേറ്ററി എമൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജോലി ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അദ്ദേഹത്തിന് ഒരു നല്ലൊരു വർക്കറായിട്ട് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തന്നെ അവിടെ മാറുകയും അതുവഴി നല്ലൊരു സിറ്റിസണായി മാറുകയും ചെയ്യുന്നു. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. സോ ഹിയർ വി ഡിസ്കസ് ദി 6 ഫീച്ചേഴ്സ് ഓഫ് ലേബർ വെൽഫെയർ. So here is the significance of labor welfare. So the basic objective of labor welfare is to enable worker to live a richer and more satisfactory life. So labor welfare is in the interest of labor, the employer and the society as a whole. So the main benefit of labor welfare services are benefit to the workers, benefit to the employees and benefit to the society. The first is benefit to the workers. So here the welfare facilities provide better physical and mental health to the workers and make them happy. And the welfare facilities like housing, medical benefit or education and recreation facility for the workers' family help to create contented workers. And the improvement in material, intellectual, cultural conditions of the life protect workers from social evils like drinking, gambling, etc. So the benefit to the workers എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, ഒരു ലേബർ വെൽഫെയറിൻ്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ആർക്ക് തന്നെയാണ്, benefit to the workers. The benefits are, what are they? Better physical and mental health to the workers. അല്ലോ ഹാപ്പി ലൈഫ് അല്ലേ, ഒരു ഇത്രയധികം വെൽഫെയർ ഫെസിലിറ്റി കൊടുത്താൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി ദേ ആർ ഫിറ്റ്, അല്ലെങ്കിൽ ദേ ആർ ഹെൽത്തി, ദേ ആർ ഹാപ്പി വിത്ത് ദി ജോബ്. And the housing or medical facility, education or recreational facility help workers' family to create a contented workers. അപ്പം ഈ പറഞ്ഞ ഫെസിലിറ്റീസ് എല്ലാം അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഒരുപോലെ ഉപയോഗപ്പെടും. And the intellectual or cultural conditions or a material, they conditions of life protect workers from social evils like drinking, gambling, etc. അപ്പം റിക്രിയേഷൻ ഫെസിലിറ്റി അല്ലെങ്കിൽ കൾച്ചറൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ, ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഇതൊക്കെ തന്നെ എന്താണ്, ഒരു വർക്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ഡ്രിങ്കിങ്, ഗ്രാംപ്ലിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് ആ വർക്കറിനെ തിരിച്ച് വേറൊരു ഡിബേറ്റിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ഈ വെൽഫെയർ ഫെസിലിറ്റി സഹായിക്കുന്നു. സോ ദ ഇനിഷ്യൽ ബെനഫിറ്റ് ഈസ് ബെനഫിറ്റ് ടു ദി വർക്കേഴ്സ്. And the second benefit is benefit to the employers. That is, labor welfare facilities help to increase employee productivity or efficiency by improving their physical and mental health. Or welfare measures help to improve the goodwill and public image of the enterprise. Or we can say employers or employee turnover is reduced due to the provision of welfare facility. So the second benefit is employers. എങ്ങനെയാണ് എംപ്ലോയീസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്? പ്രൊഡക്ടിവിറ്റി കൂടുന്നു. ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കൊടുക്കുമ്പോൾ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഫിറ്റായിട്ടുള്ള ഒരു കൂട്ടം വർക്കേഴ്സിനെ കിട്ടുകയും അതുവഴി എന്താണ്, പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടീസ് വഴി എന്താണ്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് ദി ഗുഡ് വിൽ ആൻഡ് പബ്ലിക് ഇമേജ് ഓഫ് ദി എൻ്റർപ്രൈസ്. ആൻഡ് സോ എംപ്ലോയി ടേൺ ഓവർ ഇസ് റെഡ്യൂസ്ഡ് ഇല്ലേ. നല്ലൊരു വെൽഫെയർ ഫെസിലിറ്റി കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ ഒരിക്കലും എംപ്ലോയീസ് അവിടുന്ന് പിരിഞ്ഞു പോകത്തില്ല. അപ്പം എംപ്ലോയീസിൻ്റെ ടേൺ ഓവർ റെഡ്യൂസ് ചെയ്യുന്നു. സോ എംപ്ലോയേഴ്സ് സെക്യൂർ ദ ബെനിഫിറ്റ് ഓഫ് ഹയർ എഫിഷ്യൻസി, കോഡിയൽ ഇൻഡസ്ട്രി റിലേഷൻ ആൻഡ് ദ ലോ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈ എഫിഷ്യൻസി, ദെൻ കോഡിയൽ ഇൻഡസ്ട്രി റിലേഷൻ, പിന്നെ ലോ ലേബർ ടേൺ ഓവർ ആൻഡ് ആബ്സെൻറ്റീസം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പറയാവുന്നത് സെക്കൻഡ് ബെനിഫിറ്റ് ഇസ് ടു ദി എംപ്ലോയേഴ്സ്. And the third is benefit to the society. So here welfare, or it is the interest of the large society, because health, efficiency and happiness of each individual
represent the general well-being of all. So well-housed, well-fed or well-looked after labor is not only an asset to the employer but serves to raise the standard of industry and labor in the country. അപ്പോൾ തേർഡ് പറഞ്ഞാൽ എന്താണ്, ഒരു ബെനഫിറ്റ് ടു ദ സൊസൈറ്റി എന്ന് പറഞ്ഞു ഇല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ലൊരു എംപ്ലോയിയെ ഇല്ലേ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് എഫിഷ്യൻസി ആയിട്ട് ഹാപ്പി ആയിട്ടൊരു ഇൻഡിവിജ്വൽ ഒരു ഓർഗനൈസേഷനിൽ വളരുകയാണെങ്കിൽ ഇല്ലേ, അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ്റെ അസറ്റ് മാത്രമല്ല, പകരം എന്താണ്, ടു സെർവ് ദ റേസ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് ആ ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുകയും അതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം, ആ ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമായി നമ്മൾ ഓരോരുത്തരും രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. സോ ദ അൾട്ടിമേറ്റ് ബെനഫിറ്റ് ടു ദി society. So in the significance of labor welfare, we can say that the basic objective of labor welfare is to enable worker to live a richer and more satisfactory life. So the labor welfare is in the interest of labor or employer and the society as a whole. And the main benefits of labor welfare services are benefit to worker, benefit to employee and benefit to the society. So clear with the three terms? So today we discuss the features of labor welfare and the significance of labor welfare. So clear with the portions. So prepare well, study well. Thank you.